അവർ പറയുന്നു PT നിലപാടുകളുടെ രാജകുമാരനായിരുന്നു. ഇപ്പോഴും 2020 നിലപാട് ഇവർക്കും UDF-നും സ്ഥാനാർത്ഥിക്കും അത് തന്നെയാണോ എന്നറിയാൻ PT അവസാന നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലെ അതേ ആശയം തന്നെയാണോ? തോമസ് മാഷെ സംബന്ധിച്ച് തോമസ് മാഷ് ഇടതുപക്ഷത്തിന്റെ വികസന നയത്തോടൊപ്പം നിൽക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. കൂടെ നിൽക്കുന്നവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് അധപ്പതിച്ചു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. രാഘു എന്ന് പറയുന്ന മുതലാളിയെ പിടിച്ച് ജയിലിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? അദ്ദേഹത്തിന്റെ കമ്പനി അടയ്ക്കുമോ? ശരിയല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തൃക്കാക്കരയിൽ ഏറ്റവും അധികം കേരളത്തിന്റെ ചരിത്രത്തിലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളും വികസന വിരോധികളും വർഗീയവാദികളും തമ്മിലുള്ള മത്സരമാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ പെട്രോളിന്റെ വിലവർദ്ധനയിലൂടെയും നാണയ നിരോധനത്തിലൂടെയും കർഷകരുടെ എതിരെയുള്ള ബില്ലിലൂടെയും ഗ്യാസിന്റെ വിലയിലൂടെയും വീർപ്പ് മുട്ടിക്കുന്ന ഒരു സർക്കാർ, പറയുവാൻ വർഗീയതയല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ, ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കോവിഡിന്റെ കാലത്ത് പോലും സംസ്ഥാനങ്ങളെ സഹായിക്കാൻ മൂകത കാണിച്ച ഒരു ജനദ്രോഹ സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ, ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കരുതലോടെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞ 6 വർഷവും കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ 99 MLA-മാരോടൊപ്പം 100-ാമനായി ഇരിക്കാൻ ഇവിടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ഡോക്ടർ ജോ ജോസഫിനെ വൻ ഭൂരിപക്ഷത്തോടെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ജാതി പറയുന്നതിൽ BJP ആണോ മുന്നിൽ നിൽക്കുന്നത്, UDF ആണോ മുന്നിൽ നിൽക്കുന്നുള്ള സംശയത്തിലാണ് നമ്മുടെ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തെരഞ്ഞെടുപ്പിന് വരുന്ന ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരുടെ ജാതി പോലും പറഞ്ഞ് പ്രചരണം നടത്തേണ്ട ഗതികേടിലാണ് ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നും പറയാനില്ല. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച്, തൃക്കാക്കരയുടെ വികസനത്തെക്കുറിച്ച്, എറണാകുളത്തിന്റെ വികസനത്തെ പറ്റി എണ്ണി പറയുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ഇവിടുത്തെ വെള്ളക്കെട്ട് അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എണ്ണി പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞുവെങ്കിൽ പ്രതിപക്ഷത്തിന് ഇതൊന്നും പറയാനില്ല. പ്രതിപക്ഷത്തെ പറയാനുള്ളത് ജാതിയും മതവും അനാവശ്യമായ കാര്യങ്ങളുമാണ്. നമുക്കറിയാം, സഭ്യതരമായ ഭാഷ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ വരെ പ്രയോഗിക്കാൻ മടിക്കാത്ത KPCC-യുടെ തരം താഴ്ന്ന പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് കസേരയിൽ അനേകം പ്രമുഖരായ വ്യക്തികൾ ഇരുന്നുണ്ട്. അവരാരും ഉപയോഗിക്കാത്ത, നിലവാരമില്ലാത്ത ഭാഷ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് സമനില തെറ്റിയ മട്ടിലാണ് KPCC-യുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ പ്രതികരിക്കുന്നത്. കോൺഗ്രസിലെ ശക്തരായ ആളുകൾ, KV തോമസിനെ പോലെയുള്ള ആളുകൾ കോൺഗ്രസ് വിടുകയാണ്. എന്തുകൊണ്ടാണ്? അധിക്ഷേപം സഹിക്കവയ്യാതെയാണ് KV തോമസിനെ പോലുള്ള ആളുകൾ കേരളത്തിലെ ഈ എറണാകുളത്ത് നിന്ന് പലതവണ MP ആവുകയും MLA ആവുകയും, കേരളത്തിൽ ഞാനും അദ്ദേഹം ഒരുമിച്ച് മന്ത്രിയായിരുന്നു. അദ്ദേഹം ടൂറിസം മന്ത്രിയാണ് 2001. വളരെ സമർത്ഥനായ ഒരു മന്ത്രി എന്ന നിലയിൽ കേരളത്തിലും കേന്ദ്രത്തിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തെ അധിക്ഷേപിക്കുക. അതിനെപ്പറ്റി ഒരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത്, ഈ KV തോമസ് മാഷ് പോകാനുള്ള കാരണം ഇന്ന് അദ്ദേഹത്തെ ഭരിക്കാൻ നടക്കുന്ന കോൺഗ്രസിലെ പല നേതാക്കളും റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും അദ്ദേഹത്തിന്റെ പെട്ടി നോക്കിയിരുന്നു എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത്. അതിന്റെ ഒരു അപകർഷതാബോധം, ഒരു പ്രമുഖനായ ഒരു മുതിർന്ന നേതാവിനെ അവഹേളിച്ച് ഓടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ BJP-യിലേക്കാണ് പോകുന്നത്. തോമസ് മാഷെ സംബന്ധിച്ച് തോമസ് മാഷ് ഇടതുപക്ഷത്തിന്റെ വികസന നയത്തോടൊപ്പം നിൽക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. മറിച്ച് ഇന്ത്യയിലെ പ്രമുഖരായ എല്ലാ കോൺഗ്രസ് നേതാക്കളും രാജിവെച്ച് BJP-യെ ശക്തി പ്രാപിക്കാൻ, ഇന്ത്യയിലെ വർഗീയ ശക്തിയായ BJP-ക്കും RSS-നും സംഘപരിവാറിനും വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും ദുർബലമാവുകയാണ്. കൂടെ നിൽക്കുന്നവരെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് അധപ്പതിച്ചു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. നമുക്കറിയാം, UP-യിൽ ഒരു ഉദാഹരണം എടുക്കാം. UP-യിൽ മത്സരിച്ച മുലായം സിംഗ് യാദവിന്റെ മകനോട് അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസുമായി അലയൻസ് വേണ്ട, കോൺഗ്രസ് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി അലയൻസ് ഉണ്ടാക്കി
ഭരണത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരികയും BJP UP-യിൽ അധികാരത്തിലെത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരാണ്. ഇന്ത്യയിൽ BJP അധികാരത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയും കോൺഗ്രസിന്റെ ദുർഭരണവും കോൺഗ്രസിന്റെ നിലപാടുകളും അഴിമതിയുമാണ് ഇന്ത്യയിൽ വർഗീയ ശക്തിയായ BJP-യെ അധികാരത്തിൽ കൊണ്ടുവന്നിരുത്തിയത്. നരേന്ദ്രമോദി അധികാരത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും കണ്ടുമടുത്ത ജനങ്ങളാണ് വടക്കേ ഇന്ത്യയിൽ BJP-ക്ക് വോട്ട് ചെയ്തത്. കോൺഗ്രസിന്റെ പരാജയം, കോൺഗ്രസിന്റെ തമ്മിൽ തല്ലും അവരുടെ അഴിമതിയും അത് താങ്ങാൻ കഴിയാതെയാണ് BJP-ക്ക് അവസരം കിട്ടിയത്. അവിടെ വരുമ്പോഴേക്കാണ് ഇവർ തമ്മിൽ വ്യത്യസ്തരല്ല, ഇന്ത്യയെ നിൽക്കുന്നവരാണ് രണ്ടുപേരും. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു പല പ്രസ്ഥാനങ്ങളും തുടങ്ങുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം, എണ്ണി പറഞ്ഞു. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, എയർ ഇന്ത്യ കച്ചവടമാക്കി നരേന്ദ്രമോദി, ഓരോന്നോരോന്നായിട്ട് വയ്ക്കുകയാണ്. ഇപ്പൊ ഇന്ത്യ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖമായ പൊതുമേഖലാ സ്ഥാപനം, ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് കിടക്കുന്ന ഭൂമി കേരളത്തിലെ ഗവൺമെന്റ്, കേരള സർക്കാർ വിലയ്ക്ക് വാങ്ങി എടുത്ത് കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന് കൊടുത്ത ആ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം വിൽക്കുവാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം വിമാനത്താവളം വിട്ടു. ഇനി വിൽക്കാനുള്ളത് കേരളത്തിൽ കോഴിക്കോട് വിമാനത്താവളം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വിൽക്കാൻ പാത ഒരുക്കിയത് കോൺഗ്രസ് ആണെന്ന് മറക്കരുത്. ഇന്ന് പെട്രോളിന്റെ വില നമുക്കറിയാം. ഒരു വർഷം മുമ്പ് എടുത്ത് നോക്കിയാൽ ഗ്യാസ് കുറ്റിക്ക്, ഇവിടെ നിന്ന് വീട്ടമ്മമാർക്കറിയാം, ഒരു ഗ്യാസ് കുറ്റിക്ക് 600 ചില്ലാനും രൂപയുണ്ടായിരുന്നു. ഇന്ന് 1000 പാചകയാത കുറ്റിക്ക് ഇന്നത് മാറി 1100 രൂപയ്ക്ക് മുകളിലേക്ക് പോയി എന്ന് മറക്കരുത്. വ്യാപാരി ഹോട്ടലിലും മറ്റും വാങ്ങി വയ്ക്കുന്ന ഗ്യാസ് കുറ്റിക്ക് 2000 രൂപയോളം വിലയായി. ഇതെല്ലാം സഹിക്കുകയാണ്. 30 രൂപ 35 രൂപ പെട്രോളിന് വില വർദ്ധിപ്പിച്ചിട്ട് ഈ 8 രൂപ കുറയ്ക്കുന്നത് ചില തട്ടിപ്പുകാരുടെ ഡിസ്കൗണ്ട് കച്ചവടം പോലെയാണ്. ചില കടകളിൽ ബോർഡ് വയ്ക്കും 60% ഡിസ്കൗണ്ട്, 100% വർധന വന്നിട്ടാണ് ഈ 60% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. 30 രൂപ വർദ്ധിപ്പിച്ചയാൾ 8 രൂപ ഔദാര്യം പോലെ തന്ന് നമ്മളെ കബളിപ്പിക്കുന്ന കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. BJP-കാരൻ ആഘോഷിക്കുകയാണ്, കുറച്ചു. എന്ത് കുറച്ചു? കുറച്ചൊന്നുമില്ല. കാരണം കുറച്ച ഉടനെ തന്നെ പെട്രോൾ കമ്പനിക്കാരെ അതിന്റെ വില വർദ്ധിപ്പിച്ചു, പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു. അപ്പൊ എന്താ കുറഞ്ഞത് ഒരു 5-6 ദിവസങ്ങൾ. ഒരുപക്ഷെ 31-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കേന്ദ്ര സർക്കാർ പഴയ സ്ഥലത്തെത്തിക്കും. കമ്പനികൾക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കാൻ അനുവാദം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച സർക്കാരാണ്. അത് പൂർണ്ണമായി അവകാശം കൈമാറി ഇഷ്ടം പോലെ വർദ്ധിപ്പിക്കാനുള്ള അവസരം BJP നൽകി ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. പക്ഷെ അവർ പറയുന്നത് ഇതൊന്നും കുഴപ്പമില്ല, ജാതി പറഞ്ഞാൽ, ഹിന്ദുത്വം പറഞ്ഞാൽ കിടന്നുറങ്ങാം എന്നാണ്, വിശപ്പ് മാറും എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വിശ്വാസം അതല്ല. ഞങ്ങളൊരു മതേതര കക്ഷിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിലെ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ മതേതര ജനാധിപത്യ കക്ഷിയും സഖ്യവുമാണ്. ഞങ്ങൾക്ക് മാത്രമേ വർഗീയതയെ ചെറുക്കാൻ കഴിയൂ എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. അത് ജനങ്ങളെ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ വർഗീയതയോടൊപ്പമല്ല, മതേതരത്വത്തിനൊപ്പമാണ്. മഹാനായ ബി.ആർ. അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന അടിസ്ഥാന മൂല്യമായി കാണുന്നത് മതേതരത്തെയാണ്. മതത്തിന്റെ ആചാരം അനുസരിച്ച് വിശ്വസിക്കാനും ജീവിക്കാനും പ്രാർത്ഥിക്കാനും അവസരം നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ അടിസ്ഥാനമായ മതേതരത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി മാറിയിട്ടുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. നമുക്ക് ജാതിയും മതവുമല്ല വേണ്ടത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം ഒരുമിച്ച് തോട് ചേർന്ന് ഒരുമിച്ച് സഹകരിച്ച് ഈ കൊച്ചിയുടെ നഗരത്തിലും കേരളത്തിലും ഇന്ത്യയിൽ ആഹ്ലാദത്തോടെ ജീവിക്കുന്ന കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം എന്ന ജനങ്ങളും. ദൗർഭാഗ്യവശാൽ ചില ആളുകൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ട്, അതിനെ ചെറുക്കേണ്ടതുണ്ട്. അതിന് ഈ തെരഞ്ഞെടുപ്പ് ഒരു സന്ദേശമാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനം, അഴിമതിയില്ലാത്ത ഭരണം. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ കൊച്ചിയിലെ പാലാരിവട്ടം പാലമടക്കമുള്ള UDF-ന്റെ അഴിമതിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് UDF വിട്ടത് എന്ന് നമ്മൾ മറക്കരുത്. അഴിമതി ചൂണ്ടിക്കാണിച്ചത് UDF-ൽ നിന്ന് പുറത്തുവിട്ട ഒരാളാണ് ഞാൻ LDF-ൽ വരികയും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. മുമ്പ് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് വന്നു. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ പലരും ആശങ്കപ്പെട്ടു. മാധ്യമങ്ങൾ പോലും സംശയിച്ചു, ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നത്, നിയമസഭയ്ക്കകത്ത് ഇയാൾ ആഞ്ഞടിച്ചു, എന്താണ് ഇയാളുടെ സംഭവം. പക്ഷെ കാലം പിന്നീട് തെളിയിച്ചു. അന്ന് എന്നെ ഒറ്റപ്പെടുത്തിയവർ മനസ്സിലാക്കണം, ഈ നഗരത്തിന്റെ നടുവിൽ പാലാരിവട്ടം പാലം കേരളത്തിന്റെ ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരടക്കം കടന്നു പോകുന്ന വഴിയുടെ അരികിൽ പാലാരിവട്ടം പാലം അഴിമതിയുടെ ഒരു അടയാളമായി, പഞ്ചവടി പാലം പോലെ നിങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങൾ, തൃക്കാക്കരയിലെ ജനങ്ങൾ മറക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ഭരണമല്ല ഒളിച്ച് 3 മാസം കൊണ്ട് അതിനെ പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് കൈമാറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ പീഡകൂടി മന്ത്രിയായിരുന്ന സുധാകരനടക്കം, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ
ആ നിശ്ചയദാർഢ്യം, ആ ഒരു സത്യസന്ധതയാണ് പാലാരിവട്ടം പാലത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ കാണുന്നത്. വെറും 3 മാസം കൊണ്ട് പണി തീർത്ത് ജനങ്ങൾക്ക് തുറന്നു തന്നു, അഴിമതിക്കാരെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. മാത്രമല്ല വൈറ്റിലിയിലെ പാലം മനോഹരമായി പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നതാര്? ഇടതുപക്ഷ ജനാധിപത്യം. ഇവിടെ മരടിലെ പാലം ജനങ്ങൾക്കായി സമർപ്പിച്ചതാര്? നിർമ്മിച്ച് പൂർത്തിയാക്കി ജനങ്ങൾക്കായി സമർപ്പിച്ചത് ആര് കണ്ടിട്ടുമല്ല, നിർമ്മിച്ച് പൂർത്തിയായി ജനങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ. ഞാനൊന്ന് ചോദിക്കട്ടെ, UDF-കാരോടും BJP-കാരോടും ഇത്രയും വലിയ വികസനങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ ഒരു ചില്ലിക്കാശിന്റെ അഴിമതി ഒരാളെങ്കിലും പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ എന്ന് നിങ്ങൾ ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ച് ചോദിക്കണം. കേരളത്തിലെ ജനങ്ങൾ അഴിമതിയെ വെറുക്കുന്നവരാണ്. അഴിമതിക്കെതിരെയാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ 6 വർഷം മുമ്പ് കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നു. അഴിമതിയില്ലാതെ 5 വർഷം കേരളത്തെ നയിക്കുകയും കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യമാണ്. വീണ്ടും കേരളത്തിന്റെ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു തുടർ ഭരണം ഇടതുപക്ഷ ജനാധിപത്യം മുന്നിലേക്ക് തന്നത് എന്നതിൽ കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. കോവിഡ് വന്നു, ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ യൂത്ത് കോൺഗ്രസ് ആരെയൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, വാളണ്ടിയർ ആവാൻ വേണ്ടി വൃദ്ധരായ അമ്മമാരും അച്ഛന്മാരും മുറിയിൽ കഴിയുമ്പോൾ ഭക്ഷണം പാചകം ചെയ്ത് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും വോളണ്ടിയർമാരായി എത്തിക്കാൻ പറഞ്ഞപ്പോൾ ഈ നാട്ടിലെ ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാരുടെ സംഘടന DYFI-യും AYF-ഉം യൂത്ത് ഫണ്ട് അടക്കമുള്ള സംഘടനകളുടെ പ്രവർത്തകരല്ലേ വോളണ്ടിയർ ആവാൻ ജീവൻ പണയം വെച്ച് മുന്നോട്ട് വന്നത് എന്ന അഭിമാനം ഞങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, ചെറുപ്പക്കാരായ പ്രവർത്തകർ പോലും ഈ ഒരു മഹാമാരിയെ അതിജീവിച്ചുകൊണ്ട് വീടുകളിലെത്തി ഭക്ഷണം കൊടുത്തു. പഞ്ചായത്തുകൾ ഒരാൾ പട്ടിണി കിടന്നോ? ഈ ഒരു അവസ്ഥയിൽ വരുമാനമുള്ള സർക്കാരിന് എല്ലാ കടയും അടച്ചിരിക്കുന്നു, എല്ലാ ഓഫീസുകളും അടച്ചിരിക്കുന്നു, എല്ലാവർക്കും ശമ്പളം കൊടുക്കണം 1-ാം തീയതി സർക്കാർ ജീവനക്കാർക്ക്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ നമ്മുടെ സർക്കാർ എത്ര സ്നേഹത്തോടെയാണ് ആ കൊറോണയുടെ കാലത്ത് രോഗികളെ ചികിത്സിച്ചത്? ഞാനൊന്ന് ചോദിക്കട്ടെ, തൃക്കാക്കരയിലെ വോട്ടർമാരെ നീന്തിക്കണം. മലയാളികളായ ആളുകൾ എവിടെയുണ്ടെങ്കിലും അമേരിക്കയിൽ ഇരുന്നാലും കൂട്ടത്തോടെ ജനങ്ങൾ മരിച്ചു പോവുകയാണ് മനുഷ്യർ. ഇത് കാണുമ്പോൾ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് എങ്ങനെയും കേരളത്തിൽ പോയാൽ മതി, ആശുപത്രിയിൽ ഓക്സിജൻ കിട്ടും, ആശുപത്രിയിൽ മരുന്ന് കിട്ടും, ആശുപത്രിയിൽ കിടക്കാൻ സൗകര്യമുണ്ട്, ആശുപത്രിയിൽ ചികിത്സിക്കും. ഡൽഹിയിൽ പോലും ഓക്സിജൻ കിട്ടാതെ മനുഷ്യൻ ശ്വാസം മുട്ടി പിടഞ്ഞു മരിച്ചപ്പോൾ കേരളത്തിൽ അതായിരുന്നോ സാഹചര്യം? സഖാവ് പിണറായി വിജയൻ നേതൃത്വം ഗവൺമെന്റ് എത്ര സൗകര്യങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുക്കി തന്നത്? വന്ന പ്രവാസികളെ മുഴുവൻ സ്വീകരിച്ചില്ലേ? അവരെ മുഴുവൻ വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ച് ക്വാറന്റൈനിൽ ഇരുത്തി ഭക്ഷണം കൊടുത്ത് മരുന്ന് കൊടുത്ത് അവരെ ചികിത്സിച്ചില്ലേ? ഇത് മറക്കാമോ? UDF-ന്റെ കാലത്താണെങ്കിൽ നടക്കുമോ? മഹാപ്രളയം വന്നു, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കയറിയില്ല, ഓടി നടന്നില്ല, എങ്ങും പോയില്ല. ഓഫീസിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ ഭരണചക്രവും തിരിച്ചുകൊണ്ട് ജനപ്രതിനിധികളെ ഉപയോഗിച്ച് കേരളത്തിൽ വന്ന മഹാപ്രളയത്തെ അദ്ദേഹം നേരിട്ടു. 2ാമതും പ്രളയം വന്നു, മഹാമാരി വന്നു തൊട്ടടുത്ത വർഷം, അതും നേരിട്ടു. അത് കഴിഞ്ഞ് 2 വർഷം നമ്മൾ അറിയിച്ച കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വാരി പിടിച്ചപ്പോൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുള്ളവരും പോലും ആഗ്രഹിച്ചു കേരളത്തിലേക്ക് വരണം. പലരും പറയുന്നില്ല, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇനി റിട്ടയർഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് പൂനെ പോകണം, ഡൽഹിയിൽ വീട് വാങ്ങിക്കണം, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ച പലരും ഉണ്ട്. അവരിപ്പം പലരോടും പറയുന്നത്, നിങ്ങളോടും പറയാറുണ്ട്, വേണ്ട വേണ്ട, കേരളത്തിൽ വന്ന് കിടന്നാൽ മതി, വല്ല കൊറോണ എങ്ങാനും വന്നാൽ മരുന്നെങ്കിലും തരുമല്ലോ ദൈവമേ എന്നാണ് ആളുകൾ പറയുന്നത്. കേരളമല്ലേ അതിന് മുമ്പിൽ നിന്നത്? ഒന്ന് ആലോചിക്കും. ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടോ? ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ്. സഖാവ് പിണറായി വിജയനാണ് നേതൃത്വം കൊടുത്തത്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം, ഓരോ വീട്ടിലും കയറി വോട്ട് ചോദിക്കുമ്പോൾ, തൃക്കാക്കരയിൽ വോട്ട് ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ ജനങ്ങൾ സ്വീകരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളിൽ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന വികസന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് 101% വിശ്വാസമുണ്ട് എന്ന അഭിമാനം ഓരോ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകരുമാണ്. നമ്മൾ കളിപ്പിക്കാൻ വന്നവരല്ല, UDF-നെ പോലെയല്ല. കാര്യം സാധിക്കുന്നവരെ കയ്യിൽ പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും തോളിൽ കൈയിടുകയും ഷർട്ടിന്റെ ബട്ടൺ സഹിക്കുകയും വരെ ചെയ്യും. കോൺഗ്രസിന്റെ നേതാക്കന്മാർ അടുത്ത് വന്ന് സൂക്ഷിച്ചിരിക്കണം. കാരണം വെച്ചാൽ തോളി കൈ വെച്ചിട്ട് ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായിട്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് മേപ്പോട്ട് ഇട്ടിട്ട് തരും. അത്തരം തട്ടിപ്പുകളും നമ്മുടെ ഇല്ല. നമ്മൾ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ആവശ്യം പറഞ്ഞ് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിന് പിന്തുണ നൽകാനാണ് ജോർജ് ജോസഫിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഇപ്പൊ പറയുന്നുണ്ട് 2020 വോട്ട് UDF-ന് കിട്ടും. നിങ്ങളത് ആലോചിക്കണം. 2020 പറ്റി പറഞ്ഞാൽ ഈ 2020 നടത്തുന്ന കിറ്റക്സ് കമ്പനിയുടെ ഉടമസ്ഥനെ മുതലാളിയെ മുഖ്യമന്ത്രിക്ക് അറിയാമോ എന്ന് ചോദിച്ച ആളാണ് PT-യുടെ നിയമസഭയിലെ അവസാനത്തെ പ്രസംഗം ഞാൻ കേട്ടതാണ്. അദ്ദേഹം അവതരിച്ച ഒരു സബ്മിഷനിൽ അദ്ദേഹം ചോദിച്ചത്, മാലിന്യങ്ങൾ പുഴയിലെടുക്കുന്ന
കിഴക്കമ്പലത്തെ കമ്പനിയുടെ ഉടമയെ മുഖ്യമന്ത്രിക്ക് അറിയാമോ? മുഖ്യമന്ത്രി അതിന് മറുപടി പറയേണ്ട കാര്യമില്ല, അറിയാമോ എന്ന് പറയേണ്ട കാര്യമില്ല. ആ ഉടമയെ അറസ്റ്റ് ചെയ്യുമോ? ആ ഉടമയെ ജയിലിലടയ്ക്കുമോ? അയാളുടെ മാലിന്യം ഒഴുക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ കമ്പനി അടപ്പിക്കുമോ എന്ന് നിയമസഭയിൽ ചോദിച്ച, വളരെ വാശിയോടെ ചോദിച്ച ആളാണ് പി ടി തോമസ്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയാണ് UDF സ്ഥാനാർത്ഥി. അവർ പറയുന്നു PT നിലപാടുകളുടെ രാജകുമാരനായിരുന്നു, ഇപ്പോഴും 2020 നിലപാട് ഇവർക്കും UDF-നും സ്ഥാനാർത്ഥിക്കും അത് തന്നെയാണോ എന്നറിഞ്ഞാൽ മതി. PT അവസാന നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലെ അതേ ആശയം തന്നെയാണോ, അതേ നിങ്ങൾ പിന്തുടരുന്നത് ആ നിലപാട് തന്നെയാണോ എന്നൊന്നറിയാൻ ഒരാഗ്രഹമുണ്ട്. കാരണം ഞാനിത് കേട്ടുകൊണ്ടിരുന്ന MLA-മാർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഞങ്ങളിത് കേട്ടുകൊണ്ടിരുന്നവരാണ് നിയമസഭയിൽ. അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗം കിറ്റക്സിലെ സാബുവിനെ കുറിച്ചാണ്. സാബുവിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും സാബു എന്ന് പറയുന്ന മുതലാളിയെ പിടിച്ച് ജയിലിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ, അദ്ദേഹത്തിന്റെ കമ്പനി അടയ്ക്കുമോ? ശരിയല്ലേ? ശ്രീ ചിത്തരഞ്ജനോട് അദ്ദേഹം പറയട്ടെ, ഞങ്ങൾ കേട്ടോണ്ടിരുന്നവരാ എന്ന് ചോദിച്ചാണ് PT തോമസ് അവസാന നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് പോകുന്നു. പിന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു. ഒന്നാലോചിക്കൂ, അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണോ, നിലപാടുകളുടെ രാജകുമാരന്റെ അതേ നിലപാട് തന്നെയാണോ ഇക്കാര്യത്തിൽ എന്ന് UDF-ന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ, സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇക്കാര്യം ഒന്ന് വ്യക്തമാക്കിയാൽ നമുക്കൊന്ന് അറിയാമായിരുന്നു. കാരണം ഇപ്പൊ 2020 കൊള്ളാം, 2020 അല്ല, കിറ്റക്സ് കമ്പനി അടക്കണം എന്ന് പറഞ്ഞ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ബഹളം വെച്ചവർ ബെന്നി ബെഹനാന്റെ അഭിപ്രായം മാറിയിട്ടുണ്ടോ? ഉണ്ടോ? ബെന്നി ബെഹനാന്റെ അഭിപ്രായം മാറിയിട്ടോ എന്നറിയണം. എല്ലാവരും പറയണം ഇതൊക്കെ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു അഭിപ്രായം പറയുള്ളൂ, അത് LDF-ന്റെ അഭിപ്രായമാണ്, അത് ഞങ്ങൾ ഒരുപോലെ പറയും. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏത് കാര്യത്തെയും ഞങ്ങൾ ചെറുക്കും, ജനങ്ങളോടൊപ്പം ഞങ്ങൾ പ്രവർത്തിക്കും. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. തൃക്കാക്കരയുടെ വികസനം ഇപ്പൊ 140 മണ്ഡലത്തിൽ ഞങ്ങൾ MLA-മാരെ 140 മണ്ഡലത്തിലും ഇടതുപക്ഷ മുന്നണി വന്നതിന് ശേഷം കിഫ്ബി വന്നു. രാഷ്ട്രീയം നോക്കാതെ, LDF UDF വ്യത്യാസം നോക്കാതെ തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയിച്ചു വന്ന നേമത്ത് വന്ന രാജഗോപാൽ സാർ അടക്കമുള്ളവർക്ക് ഒരേപോലെ വികസനം നൽകിയ ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. പക്ഷേ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുന്ന MLA-മാർക്ക് കൂടുതൽ വികസനം കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രതിപക്ഷത്ത് നിൽക്കുന്നതിനേക്കാളും ഭരണപക്ഷത്ത് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ വികസനം സാധാരണ കിട്ടുന്നതിനേക്കാൾ നോർമലായിട്ട് വരുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കിട്ടും. അത് വാങ്ങിയെടുക്കണമെങ്കിൽ ജോസഫ് നിയമസഭയിലേക്ക് തൃക്കാക്കര എന്ന് വരണം, എങ്കിൽ മാത്രമേ വാങ്ങിയെടുക്കാൻ കഴിയൂ. നല്ല കാഴ്ചപ്പാടുകളുള്ള ഒരു ഡോക്ടറെ കൊണ്ട് മാത്രം പറയുന്നതല്ല, സാധാരണക്കാരോടൊപ്പം പാവങ്ങളോടൊപ്പം ഇറങ്ങി പ്രവർത്തിക്കാൻ ഈ കോവിഡിന്റെ കാലത്ത് അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? UDF തർക്കമുണ്ടോ? ആർക്കും തർക്കമില്ല. എല്ലാവരോടൊപ്പം ഇറങ്ങി പ്രവർത്തിക്കുന്ന സാധാരണക്കാരനായി ജീവിക്കുന്ന നന്മയുടെ പ്രതീകമായ ജോസഫാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി. ഇന്നൊരു BJP-യുടെ സ്ഥാനാർത്ഥി TV-യിൽ പറയുന്നത് കേട്ട് ഞാൻ മാധ്യമങ്ങളോ കണ്ടതാണ്. ഇവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണെന്ന സംഭവം നേമത്തെ പോലെയാണ്. നേമത്ത് ഇത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ BJP-യുടെ ഉരുപ്പ് കോട്ടയിൽ നേമത്തെ കുമ്മനം രാജശേഖരനും K മുരളീധരനും തമ്മിൽ മത്സരം നടക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ജയിച്ചത് വോട്ടെണ്ണിയപ്പം ശ്രീ ശിവൻകുട്ടിയാണ് എന്ന് നമ്മൾ മറക്കരുത്. ഏതാ ജനങ്ങൾക്ക് ഇവരെക്കാലൊക്കെ വിവരമുണ്ട്, ഇവർക്ക് ഇച്ചിരി വിവരക്കുറവുണ്ടെങ്കിലും ജനങ്ങൾക്ക് നല്ല വിവരം, ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ഒറ്റ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, വെറുതെ പറയുന്നല്ല, എല്ലാ മാധ്യമങ്ങളും പറയും മത്സരം നേമത്താരൊക്കെയാണ് മത്സരിക്കുന്നത്. BJP-യും കോൺഗ്രസും UDF-ഉം തമ്മിലാണ് മത്സരം. LDF ചിത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ നേമത്തെ MLA ആരാ? അത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയാണ്. ഇവരുടെ രാഷ്ട്രീയ ബോധം അത്രയേ ഉള്ളൂ. ഇവരുടെ രാഷ്ട്രീയ ബോധമല്ല കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ ജോസഫിന് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മാനാവകാശം നൽകി അനുഗ്രഹിച്ച് വിജയിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന, നാടിന്റെ പുരോഗതിയായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് 100ാമത്തെ MLA നൽകി സംഭാവന ചെയ്ത് അനുഗ്രഹിക്കണമെന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം, ജയ്.